ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ ജിദ്ദയിൽ തുടക്കമാകും. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ ജോർദാനെ നേരിടും. പരമാവധി ഇന്ത്യക്കാർ മത്സരം കാണാൻ എത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ അഭ്യർത്ഥിച്ചു. ഓഗസ്റ്റ് 5 മുതൽ 17 വരെ ജിദ്ദയിലാണ് ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ 16 ടീമുകൾ മാറ്റുരയ്ക്കും. ഗ്രൂപ്പ് സിയിൽ റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള എതിരാളികളെയാണ് ഇന്ത്യക്ക് നേരിടേണ്ടത്. 35ാം റാങ്കുകാരായ ജോർദാനെയാണ് നാളെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്ത്യ നേരിടുന്നത്. 76ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഓഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക് ഇന്ത്യ നേരിടുന്നത് 16 തവണ ചാമ്പ്യന്മാരായ ചൈനയെയാണ്. ഓഗസ്റ്റ് 9 വൈകുന്നേരം 6 മണിക്ക് ആതിഥേയരായ സൗദിയെ ഇന്ത്യ നേരിടും. മേഖലയിലെ പരമാവധി ഇന്ത്യക്കാർ കളി കാണാനെത്തണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അഭ്യർത്ഥിച്ചു. This is a proud moment for all of us, and I warmly invite our Indian community here in the Kingdom of Saudi Arabia, particularly the Western region, including Jeddah, to come together and cheer for our national team. Your presence, your energy, and your support in the stands will mean the world to our players. Let's cheer loud, let's stand proud, and make the Tiranga fly high. അമേരിക്കക്കാരനായ പരിശീലകൻ സ്കോട്ട് ഫ്ലെമിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. പ്രണവ് പ്രിൻസ്, വൈശാഖ് കെ മനോജ് എന്നിവരാണ് ടീമിലെ മലയാളി സാന്നിധ്യം. മൊയിൻ ബെഗ് ഹഫീസാണ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ചാമ്പ്യന്മാർ നേരിട്ട് ക്വാർട്ടറിലെത്തും. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിന് അവസരമുണ്ട്. 1997 ശേഷം ഇപ്പോഴാണ് ഫിബ ഏഷ്യ കപ്പ് സൗദിയിൽ നടക്കുന്നത്. 15,000 സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. vbook.com വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.